ഗുഡ് മോർണിംഗ്. ഒരു ചെടിയിൽ തന്നെ പല കളറ് ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇന്ന് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചെടിയിൽ പല കളറുകളെ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. ആ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതിന് മുൻപേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു കട്ടർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ കട്ടർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണേ. അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമുക്കാർക്കും ഒരുപാട് വിലയൊന്നും കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ പല കളറുകൾ ഒരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അത് ബൊഗെയിൻവില്ല എന്നല്ല, ഏതൊരു ചെടിയിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ആമസോൺ വഴി മേടിച്ച കട്ടറെ. ഇതിൽ നമുക്ക് യു കട്ടിലും വി കട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണേ. അപ്പോൾ സെയിം അളവിലുള്ള അല്ലെ സെയിം കനമുള്ള കമ്പിലായിരിക്കണം നമ്മൾ ചെയ്യാൻ പറ്റുന്നതേ. ഈ ഒരു ബോക്സിലാണ് നമുക്കത് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് യു കട്ടിൻ്റെ ബ്ലേഡും ഉണ്ട്, അതുപോലെ വി കട്ട് ചെയ്യുന്ന ബ്ലേഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യം അത് വെച്ചിട്ട് നമുക്ക് മാറ്റിയിട്ടാൽ മതിയേ. പിന്നെ ഇതിനകത്തൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. അങ്ങനെ ഇതിനാവശ്യമുള്ള ടൂൾസൊക്കെ ഇതിനകത്ത് തന്നെ ഈ ബോക്സിലുണ്ട്. ഇതിന് 999 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൽ ഞാൻ ചെയ്തില്ല, ഇതാദ്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നതാണേ. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആമസോണിൽ ഇത് നമുക്ക് കിട്ടുന്നതാണേ. നമ്മൾ കട്ട് ചെയ്യുമ്പം വി കട്ട് കണ്ടോ, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു സെയിം വണ്ണത്തിലുള്ള ആ ഒരു കമ്പിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഒരു ചെടിയിൽ തന്നെ പല കളറുകളെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് 100% പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാമേ. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ആ റൂട്ട് സ്റ്റോക്കിൻ്റെ ചുവട്ടിൽ നമ്മൾ 3 ഗ്രാം യൂറിയ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ അതിൻ്റെ തണ്ടിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുമ്പം ആ ചെടിക്ക് നൈട്രജൻ്റെ കണ്ടൻറ്റ് ധാരാളം അതിലുള്ളത് കൊണ്ട് തന്നെ ആ ചെടി നന്നായിട്ട് ഒന്ന് ഇലയൊക്കെ അല്ലെങ്കിൽ നാമ്പുകളൊക്കെ വരാൻ വേണ്ടി അത് ഇതാവും. നല്ല ഒന്ന് ചെറിയ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് നാമ്പൊക്കെ പൊടിക്കാനുള്ള ഒരു ടെൻഡൻസി വരുവേ. അപ്പോൾ ഒരാഴ്ച മുമ്പാണ് നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടത്. ആ റോഡ് സ്റ്റോക്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ ഏർലി മോർണിംഗിൽ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഈവനിങ്ങിലായിരിക്കും ഇപ്പോഴും ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഈവനിങ്ങിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ വെയിലൊക്കെ ഉദിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ അതത്ര സക്സസ് ആകാൻ സാധ്യതയില്ല, അത് വാടിപ്പോകാനാണ് സാധ്യത. പിന്നെ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല റെയിനി സീസണിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താൽ എല്ലാ കമ്പും നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന 100% നമുക്ക് പിടിച്ചു കിട്ടും. അപ്പോൾ ഈ ചൂട് സമയങ്ങളിൽ നമുക്കത് പിടിച്ചു കിട്ടാൻ സാധ്യത കുറവായിരുന്നാലും കുറച്ചിപ്പോൾ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് പ്രശ്നമില്ല. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു റൂട്ട് സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 വർഷമായ ചെടിയാണ്. അതിൻ്റെ ശിഖരങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണേ. കണ്ടോ, ഇതിന് നമുക്കിപ്പം ഇതിന് എത്ര ശിഖരങ്ങളുണ്ടോ ആ ശിഖരങ്ങളിലെല്ലാം നമുക്ക് പല കളറുകളെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഒരു കൊമ്പിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാമേ. ഇത് ഈ ഒരു കണ്ടോ, ഈ ഓറഞ്ച് കളറിലെ ഈ ഏരിയയിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വി ഷേപ്പ് കണ്ടോ അവിടെ. അപ്പോൾ അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ എൻഡ് ഭാഗം നമുക്ക് അതുപോലെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കണ്ടോ, വി ഷേപ്പിൽ വന്നു കണ്ടോ, കാണാമെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, അടുത്തായിട്ട് നമുക്ക് ഇതിനെ അതുപോലെ കട്ട് ചെയ്യാം. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന കമ്പിൻ്റെ പേര് സയോൺ എന്നാണേ. അതിൻ്റെ കണ്ടോ എൻഡ് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ മുമ്പേ നമ്മൾ വെച്ചതിനെക്കാട്ടിലും തിരിച്ച് വെച്ച് കട്ട് ചെയ്യുമ്പം
പിന്നെ ഇതുപോലെ ആവും. ആ കട്ടറിൽ മുമ്പേ നമ്മൾ കട്ട് ചെയ്ത പോലെ അല്ല, തിരിച്ച് വെക്കണം കമ്പ്. അപ്പോൾ അതാ ഇതുപോലെ ആവുമേ. അപ്പോൾ ഇത്ര ഒരു നീളത്തിൽ മതി കണ്ടോ. ഇനി നമുക്കത് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന കണ്ടോ, ഇതിലേക്ക് ഇത് കയറ്റി വെക്കുക മാത്രം മതി. എന്നിട്ട് നമ്മൾ ടേപ്പിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അതപ്പോൾ കറക്റ്റായിട്ടത് ഇരിക്കുമേ. അതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുകയാണേ. ഇത് കറക്റ്റ് കണ്ടോ, ചേർന്നിരിക്കുന്ന കണ്ടോ. അതാണ് നമ്മൾ ഈ കട്ടർ വെച്ച് ചെയ്താലുള്ള ഒരു ഗുണം. നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാമേ. ടേപ്പിട്ട് നമുക്ക് നല്ല രീതിയിൽ വലിച്ചു മുറുക്കി നമുക്ക് ചുറ്റി കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചുറ്റി നല്ലതായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വലിച്ചു മുറുക്കി നമ്മൾ ചുറ്റണേ. ശേഷം കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ നീണ്ടു വരുന്നതാണ്. അത് വെച്ച് ഇങ്ങനെ ചുറ്റിയങ്ങ് കെട്ടിയാൽ മതി. ഇവിടെ നമ്മൾ ഒരു കമ്പിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള കമ്പിലും ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണേ. ഇത് നമുക്ക് തണലത്ത് വെയിലത്ത് വയ്ക്കാതെ മരത്തിൻ്റെ ചുവട്ടിലോ അങ്ങനെയുള്ള ചെറിയ തണൽ കിട്ടുന്നിടത്ത്, എന്നാൽ ചെറിയ വെയിലും കിട്ടുന്ന, ഒത്തിരി വെയിൽ വേണ്ട അങ്ങനെയുള്ള ഏരിയയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു നേരമെങ്കിലും വെള്ളം നനച്ച് കൊടുക്കുക. ഇപ്പം മഴയാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ നമ്മൾ വെള്ളം കൊടുത്താൽ മതി. നമ്മൾ യൂറിയൊക്കെ സ്പ്രേ ചെയ്തതുകൊണ്ടും ചുവട്ടിൽ ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിന് പൊടിപ്പൊക്കെ വരുന്നതാണേ. ഇതുപോലൊരു കവറിൽ നമുക്ക് ഒരു നുള്ളു സാഫ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതിനകത്ത് ഇത് ചെയ്തിട്ട് ഒരു ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടി ഇതിനെ നമുക്ക് കളഞ്ഞിട്ട് ആ കവറിട്ട് വേണം നമ്മളതിനെ ഒന്ന് മൂടി വയ്ക്കാനേ. ഇതുപോലെ നമ്മൾ കവറ് കെട്ടി വെക്കണം. അതിൻ്റെ കമ്പിൻ്റെ എൻഡ് ഭാഗം കവറിൽ മുട്ടാത്തതുപോലുള്ള വലിപ്പമുള്ള കവറ് വേണം നമ്മൾ കെട്ടി വെക്കാനേ. എന്നിട്ട് നമ്മൾ തണലത്ത് വയ്ക്കുക. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിന് ചെറിയ പൊടിപ്പൊക്കെ വരാൻ തുടങ്ങുമേ. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ആദ്യം ചെറിയ നാമ്പുകളൊക്കെ വരും. അന്നേരം നമുക്ക് ഉടനെ നമ്മളൊന്ന് മാറ്റരുത്, കവർ മാറ്റാതെ ഒരു മാസമൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടേ നമ്മളതിൻ്റെ കവർ മാറ്റാവുള്ളൂ. അപ്പം നമുക്ക് ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കാമേ ആ കവറിന്. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി പിടിച്ച് കിട്ടുന്നതാണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.